ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 75ാം റിപ്പബ്ലിക് ദിനം പ്രൌഢഗംഭീരമായി ആഘോഷിച്ച് രാജ്യം. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ നവീകരിക്കേണ്ടത് അനിവാര്യമെന്ന് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത പ്രസ്താവന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർഷിക എൻസിസി പിഎം റാലിയെ ഇന്ന് ഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കേരളത്തിലെ ആദ്യ കുടുംബശ്രീ പ്രീമിയം കഫേ ഇന്ന് എറണാകുളത്ത് പ്രവർത്തനമാരംഭിക്കും. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 175 റൺസ് ലീഡ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം ഇറ്റലിയെ നേരിടും. വാർത്തകൾ വിശദമായി. 75ാം റിപ്പബ്ലിക് ദിനം പ്രൌഢഗംഭീരമായി ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു നേതൃത്വം നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി. ന്യൂഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ ധീരയോദ്ധാക്കൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരേഡ് വീക്ഷിക്കുന്നതിനായി കർത്തവ്യപഥിലെത്തി. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ലോകരാജ്യങ്ങളും ആശംസകൾ അറിയിച്ചു. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ച് യുഎഇയിലെ ഇന്ത്യൻ പ്രവാസികൾ. നയതന്ത്ര കാര്യാലയങ്ങളിൽ സജ്ജമാക്കിയ ആഘോഷങ്ങളിൽ ഇന്ത്യൻ സമൂഹം സജീവമായി പങ്കെടുത്തു. സൌദിയും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ 500-ലധികം പേർ പങ്കെടുത്തു. 75ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ വിരുന്നൊരുക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിലെ വിരുന്നിൽ പങ്കെടുത്തു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർല, ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് തുടങ്ങി നിരവധി പ്രമുഖർ സ്വീകരണത്തിൽ പങ്കെടുത്തു. രാജ്നാഥ് സിംഗ്, ഡോക്ടർ എസ് ജയശങ്കർ, അനുരാഗ് സിംഗ് ഠാക്കൂർ, സ്മൃതി സുബിൻ ഇറാനി, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങി നിരവധി കേന്ദ്രമന്ത്രിമാരും വിരുന്നിന്റെ ഭാഗമായി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പരിപാടിയിൽ പങ്കെടുത്തു. 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാക്കളെ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയിൽ പരാമർശിച്ചവരെയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേകം ക്ഷണിച്ചത്. ഈ അംഗീകാരം അവരെ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കുമെന്നും ശ്രീ ഠാക്കൂർ പറഞ്ഞു. സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പരേഡ് നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. വിവിധ സേനാ വിഭാഗങ്ങൾ അണിനിരന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ നവീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത പ്രസ്താവന. അന്താരാഷ്ട്ര കൂടിയാലോചനകൾ അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ നവീകരണത്തിനായി വിവിധ സർക്കാരുകൾ തമ്മിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത പ്രസ്താവന. സമാധാനപരമായ അന്താരാഷ്ട്ര ക്രമം നിലനിർത്താനും ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും ലോകത്തെ സജ്ജമാക്കാൻ വേണ്ടിയുള്ള ബഹുമുഖത്വത്തിന് സംയുക്ത പ്രസ്താവന ആഹ്വാനം ചെയ്യുന്നു. സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ആവർത്തിച്ചു. ജനസമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വീറ്റോ അധികാരം ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ശക്തമാക്കാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. ഇസ്രായേലിനെതിരായ ഭീകരവാദ ആക്രമണത്തെ ഇരുവരും അപലപിച്ചു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ബഹുമാനിക്കേണ്ടതുണ്ടെന്നും ഗസയിൽ ആക്രമിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും ഇരുകൂട്ടരും വ്യക്തമാക്കി. ചെങ്കടലിൽ നാവിക സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കണമെന്നും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ബഹുമാനിക്കണമെന്നും ഇന്ത്യയും ഫ്രാൻസും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം ഡൽഹി കരിയപ്പ പരേഡ് മൈതാനത്ത് നടക്കുന്ന വാർഷിക എൻസിസി പിഎം റാലിയെ അഭിസംബോധന ചെയ്യും. ഊർജ്ജസ്വല ഗ്രാമങ്ങളിലെ 400-ലധികം സർപഞ്ചുമാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വയം സഹായ സംഘങ്ങളിലെ 100-ലധികം സ്ത്രീകളും എൻസിസി പിഎം റാലിയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. അമൃതകാലത്തിന്റെ എൻസിസി എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള സാംസ്കാരിക പരിപാടിയും നടക്കും. രാജ്യവികസനത്തിനായി ഗ്രാമങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തി ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ച് പഞ്ചായത്ത് രാജ് മന്ത്രി ഗിരിരാജ് സിംഗ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സർക്കാരിനുള്ള പ്രതിജ്ഞാബദ്ധതയെയും അദ്ദേഹം പ്രശംസിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പ്രത്യേക ക്ഷണിതാക്കളായ പഞ്ചായത്ത് പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
കഫേ കുടുംബശ്രീ പ്രീമിയം ബ്രാൻഡ് ശൃംഖല കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന കഫേ കുടുംബശ്രീ പ്രീമിയം ബ്രാൻഡിന്റെ ആദ്യ കഫേ ഇന്ന് രാവിലെ മന്ത്രി എം പി രാജേഷ് അങ്കമാലിയിൽ ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ ഗുരുവായൂർ, പാലക്കാട് കണ്ണമ്പ്ര, വയനാട് മേപ്പടി എന്നിവിടങ്ങളിൽ കഫേ പ്രീമിയം പ്രവർത്തിക്കും. ദേശീയ സംസ്ഥാന പാതയോരങ്ങൾ, പ്രമുഖ നഗരങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ബ്രാൻഡ് കഫേകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചു. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യവുമായി എൻഡിഎ സംസ്ഥാന ചെയർമാനും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും. വൈകിട്ട് 3 മണിക്ക് കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനത്ത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പദയാത്ര ഉദ്ഘാടനം ചെയ്യും. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും 12 കിലോമീറ്ററാണ് പദയാത്ര സഞ്ചരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് തിങ്കളാഴ്ച നടക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ 3000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷ വിഭാഗത്തിലെത്തി. ഇന്ന് രാവിലെ 6 മണിക്ക് വായു ഗുണനിലവാര സൂചിക 410 രേഖപ്പെടുത്തിയതായി മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. ഗുണനിലവാര സൂചിക 401 മുകളിൽ രേഖപ്പെടുത്തിയാൽ അതിരൂക്ഷമായി കണക്കാക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂടൽമഞ്ഞ് തുടരുന്നു. പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ഇന്നലെ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാഗാലാൻഡിലെ വോഖ ജില്ലയിൽ കൽക്കരി ഖനിയിലുണ്ടായ അപകടത്തിൽ 6 തൊഴിലാളികൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. റാറ്റ്ഹോൾ മൈനിങ്ങിന് പുറത്ത് പടർന്ന തീ പിന്നീട് പൊട്ടിത്തെറിയായി മാറുകയായിരുന്നു. മൈനിങ്ങിൽ പാറ പൊട്ടിക്കലിനായി ഉപയോഗിക്കുന്ന യന്ത്രത്തിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് അപകട കാരണമെന്ന് പോലീസ് അറിയിച്ചു. മരിച്ച തൊഴിലാളികളെല്ലാം അസം സ്വദേശികളാണ്. ഇസ്രയേൽ പ്രതിരോധ വകുപ്പ് മേധാവി ഇയാൽ സമീറും യുഎസ് പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി. ഗസയിലെ നിലവിലെ സാഹചര്യം, ഹൂതികളുമായുള്ള സംഘർഷം, പശ്ചിമേഷ്യയിലെ ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കൽ എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ഇസ്രയേൽ പ്രതിരോധ വകുപ്പ് മേധാവി പറഞ്ഞു. അമേരിക്കയുമായി നിലവിലുള്ള ആയുധ കരാറുകൾ തുടരുമെന്നും പുതിയ കരാറുകൾക്ക് പദ്ധതിയിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള സമാശ്വാസ പുനരധിവാസ ധനസഹായം അമേരിക്ക താൽക്കാലികമായി നിർത്തിവച്ചു. ഇസ്രായേലിനെതിരെ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ UNRWA ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. എന്നാൽ കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടതായും അന്വേഷണത്തിന് ഉത്തരവിട്ടതായും UNRWA മേധാവി വ്യക്തമാക്കി. ഹൈദരാബാദിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 175 റൺസ് ലീഡ്. 2ാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 421 റൺസ് എന്ന നിലയിലാണ്. 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 246 റൺസിന് പുറത്തായിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്സൺ സഖ്യം ഇറ്റലിക്കാരായ സിമോണി ബോലെല്ലി, ആന്ദ്രെ വാവസോറി കൂട്ടുകെട്ടിനെ നേരിടും. വനിതാ സിംഗിൾസ് ഫൈനൽ മത്സരവും ഇന്ന് നടക്കും. ചൈനീസ് താരം ചിൻവൻ ചാങ്ങും ബെലൂരുസി താരം അരീന സബലങ്കയുമാണ് മത്സരിക്കുന്നത്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 28 സ്വർണവും 24 വെള്ളിയുമടക്കം 83 മെഡലുകളുമായി മഹാരാഷ്ട്ര മുന്നിൽ. തമിഴ്നാട്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ 2ഉം 3ഉം സ്ഥാനങ്ങളിലാണ്. അതേസമയം 2 സ്വർണവും 5 വെള്ളിയും 8 വെങ്കലവുമായി കേരളം നിലവിൽ 16ാം സ്ഥാനത്താണ്. ഒമാനിൽ നടക്കുന്ന 5-അംഗ FIH വനിതാ ലോകകപ്പ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. 6-3 ഇന്ത്യയുടെ വിജയം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ നെതർലാൻഡ്സാണ് ഇന്ത്യയുടെ എതിരാളികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. 75ാം റിപ്പബ്ലിക് ദിനം പ്രൌഢഗംഭീരമായി ആഘോഷിച്ച് രാജ്യം. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ നവീകരിക്കേണ്ടത് അനിവാര്യമെന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത പ്രസ്താവന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർഷിക NCC PM റാലിയെ ഇന്ന് ഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കേരളത്തിലെ ആദ്യ കുടുംബശ്രീ പ്രീമിയം കഫേ ഇന്ന് എറണാകുളത്ത് പ്രവർത്തനമാരംഭിക്കും. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 175 റൺസ് ലീഡ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം ഇറ്റലിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.